ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്രസീൽ സെനഗലിനെ പരാജയപ്പെടുത്തിയത്. എസ്റ്റവായോ, വില്യൻ കാസിമിറോ എന്നിവരാണ് ഗോളുകൾ നേടിയത്. മികച്ച പ്രകടനമാണ് ബ്രസീൽ നടത്തിയത് എന്നുള്ളത് തീർച്ചയായും ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സെനഗൽ ഒരിക്കലും ഒരു ചെറിയ എതിരാളികളല്ല. നല്ല രൂപത്തിലുള്ള ആക്രമണം ബ്രസീൽ നടത്തിയിട്ടുണ്ട്. കൂടുതൽ ഗോളുകൾ ബ്രസീലിന് ഈ മത്സരത്തിൽ നേടാൻ സാധിക്കുമായിരുന്നു. ഏതായാലും ബ്രസീലിന്റെ വിജയത്തിലും അതുപോലെ തന്നെ പ്രകടനത്തിലും ചില വിദേശ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്പാനിഷ് മാധ്യമമായ എസ് ഈ വിജയത്തെ വിശേഷിപ്പിച്ചത് ആഞ്ചലോട്ടി ഒരു ചെകുത്താനെയാണ് ഉണർത്തിയത് എന്നാണ്. ഈ മത്സരം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പാർട്ടി ആയിരുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമമായ എസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രസീൽ എന്ന ചെകുത്താനെ ഇപ്പോൾ ആഞ്ചലോട്ടി ഉണർത്തി കഴിഞ്ഞു എന്നാണ് എസ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു സ്പാനിഷ് മാധ്യമമായ മാർക്ക പറഞ്ഞത് ഇങ്ങനെയാണ്: 2026 വേൾഡ് കപ്പിലേക്കുള്ള യഥാർത്ഥ ബ്രസീലിന്റെ നിർമ്മാണം ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് കീഴിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഴ്സണലിന്റെ സ്റ്റേഡിയത്തിൽ അവരുടെ പോലെയുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുകയാണ് ബ്രസീൽ ചെയ്തിട്ടുള്ളത്. നല്ല ശക്തമായ ഒരു മുന്നേറ്റ നിരയെ തന്നെ ഈ പരിശീലകൻ അഴിച്ചുവിട്ടു. അതിന്റെ ഫലവും അവർക്ക് ലഭിച്ചു. ഇതാണ് മാർക്കയുടെ ഒരു ലേഖനത്തിൽ ഉള്ളത്. ഇനി അർജന്റീൻ മാധ്യമമായ ഡയാരിയോ ഒലെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗംഭീര പ്രകടനം നടത്തി ചരിത്രമുള്ളവരാണ് സെനഗൽ. അവരുടെ പല താരങ്ങളും യൂറോപ്പിൽ തിളങ്ങിയിട്ടുള്ളവരാണ്. മാനെ, കൂലിബലി തുടങ്ങിയ ഒരുപാട് സൂപ്പർ താരങ്ങൾ അവർക്കുണ്ട്. പക്ഷേ ബ്രസീലിന്റെ ടാലന്റിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ ആഞ്ചലോട്ടി തന്റെ ടീമിനെ ഇപ്പോൾ വളർത്തി വരികയാണ്. സ്ക്വാഡിന് കൂടുതൽ പ്ലേയിങ് ടൈം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ബ്രസീലിന്റെ പ്രകടനത്തെക്കുറിച്ച് അർജന്റീൻ മാധ്യമമായ ഒലെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്: മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് സെനഗലിനെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് ഇപ്പോൾ സാധിച്ചിരിക്കുന്നു. തീർച്ചയായും വേൾഡ് കപ്പിന് ഒരുങ്ങുന്ന അവർക്ക് ഇത് വലിയ കോൺഫിഡൻസ് ആണ് നൽകുന്നത്. ഇതാണ് എൽ എക്കുപ്പിന്റെ ഒരു അഭിപ്രായമായിക്കൊണ്ട് വരുന്നത്. എല്ലാവരും ബ്രസീലിന്റെ പ്രകടനത്തെ പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 ഗോളുകളുടെ ഒരു വിജയമാണെങ്കിലും അതിനേക്കാൾ ഉപരി നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുത്തു. പ്രത്യേകിച്ച് ആദ്യ പകുതിയിലൊക്കെ നിരന്തരം ആക്രമണങ്ങൾ നടത്താൻ ബ്രസീലിന് കഴിഞ്ഞു. കുഞ്ഞയുടെ ഒരു വുഡ് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഗോൾ അവസരങ്ങൾ ബ്രസീലിന് ലഭിച്ചിരുന്നു. അത് തന്നെയാണ് ആരാധകരെ ഇപ്പോൾ സന്തോഷപ്പെടുത്തുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.